രാധ, രാജു, ബജറ്റ് വികസനത്തിന്റെ നേർരേഖ എന്ന ഈ പാഠഭാഗം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പോലും പണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ. കുടുംബ സംഭാഷണത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു നിശ്ചിത കാലയളവിലെ പ്രതീക്ഷിത വരവും ചെലവും എക്സ്പെൻഡിച്ചർ മുൻകൂട്ടി രേഖപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് ബജറ്റ്. കുടുംബത്തിന്, സ്ഥാപനങ്ങൾക്ക്, സർക്കാരിന് തുടങ്ങി എല്ലാവർക്കും ബജറ്റ് അത്യാവശ്യമാണ്. ഒരു കുടുംബത്തിന്റെ ബജറ്റ് തയ്യാറാക്കുമ്പോൾ അതിലെ പ്രധാന വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയായിരിക്കും? ശമ്പളം അഥവാ കൂലി, കൃഷി പോലുള്ള മറ്റു തൊഴിലുകളിൽ നിന്നുള്ള വരുമാനം, ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശ പോലുള്ള വരുമാനങ്ങൾ, സർക്കാർ നൽകുന്ന പെൻഷൻ പോലുള്ളവ. കുടുംബ ബജറ്റ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഗവൺമെന്റ് ബജറ്റും. ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ ഏതെല്ലാമാണ്? ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ നികുതികളാണ്. ടാക്സസ്, GST, ആദായ നികുതി, ഇൻകം ടാക്സ് പോലുള്ള നികുതികൾ. കൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലാഭം, ഫീസുകൾ, ലൈസൻസ് എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നു. ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ചെലവിനങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെന്റിന് ധാരാളം കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരുന്നു. ക്ഷേമ പദ്ധതികൾ, ദരിദ്രർക്കുള്ള സഹായങ്ങൾ, പെൻഷൻ എന്നിവ. വികസന പ്രവർത്തനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയുടെ നിർമ്മാണം. പ്രതിരോധം, രാജ്യത്തിന്റെ സുരക്ഷയ്ക്കു വേണ്ടിയുള്ള ചിലവുകൾ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകൾ. ബജറ്റ് തയ്യാറാക്കുന്നതുവഴി ഗവൺമെന്റിന് എന്തൊക്കെ നേട്ടങ്ങളാണുണ്ടാകുന്നത്? വിഭവങ്ങൾ വിനിയോഗിക്കുന്നു. വരുമാനവും ചെലവും താരതമ്യം ചെയ്ത് വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കാൻ സഹായിക്കുന്നു. സാമ്പത്തിക വളർച്ച, ബജറ്റിലെ പ്രോത്സാഹനങ്ങളിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നു. അസമത്വം കുറയ്ക്കുന്നു. നികുതിയിലൂടെ പണം ശേഖരിച്ച് ക്ഷേമ പദ്ധതികൾ വഴി വിതരണം ചെയ്യുമ്പോൾ വരുമാനത്തിലെ അസമത്വം കുറയ്ക്കാൻ സഹായിക്കുന്നു. വരുമാനവും ചെലവും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കി ബജറ്റിനെ എത്രയായി തിരിക്കാം? പ്രധാനമായും 3 തരത്തിൽ. സന്തുലിത ബജറ്റ്, പ്രതീക്ഷിക്കുന്ന വരുമാനവും ചെലവും തുല്യമായിരിക്കും. മിച്ച ബജറ്റ്, വരുമാനം ചെലവിനേക്കാൾ കൂടുതലായിരിക്കും. സർക്കാരിന് പണം മിച്ചം വരുന്നു. കമ്മി ബജറ്റ്, ചെലവ് വരുമാനത്തേക്കാൾ കൂടുതലായിരിക്കും. സർക്കാരിന് അധിക പണം കണ്ടെത്തേണ്ടി വരുന്നു. സാമ്പത്തിക രംഗത്തെ നിയന്ത്രിക്കുന്ന ഗവൺമെന്റിന്റെ 2 പ്രധാന നയങ്ങൾ ഏതൊക്കെയാണ്? ധനനയം, ഗവൺമെന്റ് നികുതി, കടം, ചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ. സാമ്പത്തിക വളർച്ചയും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. നാണയനയം, രാജ്യത്തെ പണത്തിന്റെ ലഭ്യത നിയന്ത്രിക്കുന്നതിനായി റിസർവ് ബാങ്ക് RBI എടുക്കുന്ന തീരുമാനങ്ങൾ. വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് പ്രധാന ലക്ഷ്യം. കുടുംബത്തിലെ ബജറ്റ് മുതൽ രാജ്യത്തിന്റെ ധനനയം വരെ എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്ന് ഈ ചർച്ചയിൽ നിന്ന് വ്യക്തമായി. തീർച്ചയായും സാമ്പത്തിക കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലൂടെയാണ് വികസനം സാധ്യമാകുന്നത്.